ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്നും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ സ്റ്റഡി ചെയ്യാനായിട്ട് ഹേർട്സ് ലിനാർഡ് സയൻറ്റിസ്റ്റുകൾ നടത്തിയ എക്സ്പെരിമെൻറ്റും അതുപോലെ അവയുടെ റിസൾട്ടുകളെ ബേസ് ചെയ്തുകൊണ്ട് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനും ഒക്കെ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ള ഫിനോമിനൻ നമുക്ക് ലൈറ്റിൻ്റെ അന്ന് നിലവിലിരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അല്ലെങ്കിൽ വേവ് തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ ലോസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറിക്ക് സാധിച്ചില്ല. പിന്നീട് ഐൻസ്റ്റീൻ ആണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സക്സസ്ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന് അദ്ദേഹം യൂസ് ചെയ്തത് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഈ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ നിങ്ങൾ കെമിസ്ട്രി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ക്വാണ്ടം തിയറി. അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി, light is emitted in the form of tiny packets of energy. Each packet is called a quanta or a photon, and each photon can be considered as a particle. But the photon has a wave nature also. So this is quantum theory of radiation. We can define like this. According to quantum theory of radiation, light is emitted in the form of discrete and tiny packets of energy called photons. Each photon has an energy E is equal to h nu, where nu is the frequency of radiation. ഈ ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം വേവിനോട് റിലേറ്റഡ് ആണ്. അപ്പോൾ ആ ക്വാണ്ടം തിയറിയുടെ എക്സ്പ്ലനേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഫോട്ടോൺ എന്ന് പറയുന്നതിന് ഒരു വേവ് നേച്ചറുണ്ട്. അതുപോലെ തന്നെ ഈ ഫോട്ടോൺസ് ഓരോന്നും ഡിസ്ക്രീറ്റാണ്. ഓരോന്നിനെയും നമുക്ക് 1, 2, 3 എന്ന് കൗണ്ട് ചെയ്യാം. സോ ഇറ്റ് ഹാസ് എ പാർട്ടിക്കിൾ നേച്ചർ ഓൾസോ. ആൻഡ് ക്വാണ്ടം തിയറി gives the dual nature of electromagnetic radiation. That is, radiation has both particle nature and wave nature. അപ്പോൾ ഈ കൺസെപ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാക്സ് പ്ലാങ്ക് എന്ന സയൻറ്റിസ്റ്റാണ്. അതിനുശേഷം ഈ മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ഉപയോഗിച്ചാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ള ഫിനോമിനൻ വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ നമ്മൾ പറഞ്ഞു ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ ലോസ് ഓരോന്നും നമുക്ക് ഈ ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. സോ നൗ ലെറ്റ് us see what is Einstein's explanation for photoelectric emission and his photoelectric equation. ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ അനുസരിച്ച് ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ ഒരു മെറ്റൽ സർഫസിലേക്ക് വീഴുന്നു എന്ന് പറഞ്ഞാൽ ക്വാണ്ടം തിയറി അനുസരിച്ച് അത് ഫോട്ടോണുകളുടെ ഒരു ഫ്ലോയാണ്. ഈ ഫോട്ടോണുകളാണ് മെറ്റൽ സർഫസിലേക്ക് ഓരോന്നായിട്ട് വന്ന് വീഴുക. ആൻഡ് ഈച്ച് ഫോട്ടോൺ ഹാസ് ആൻ എനർജി h nu, where nu is the frequency of radiation. When a photon is incident on the metal surface, the energy of the photon is absorbed by an electron. On receiving this energy, the electron becomes excited or its energy increases. When this energy is greater than the work function of the metal surface, electron is emitted from the metal, and it is emitted with a kinetic energy. ഇപ്പോൾ ഐൻസ്റ്റീൻ പറയുന്ന ഇതാണ്, ഓരോ ഫോട്ടോണും അതിൻ്റെ എനർജി ഇലക്ട്രോണിന് കൈമാറുന്നു. അപ്പോൾ ഇലക്ട്രോൺ എനർജി കൂടിയ ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ഇലക്ട്രോണിന് പിന്നീട് മെറ്റൽ സർഫസിൽ നിൽക്കാൻ സാധിക്കില്ല. ദെൻ ഇറ്റ് വിൽ ബി എമിറ്റഡ്. അപ്പോൾ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് എമിറ്റ് ചെയ്യാൻ മിനിമം വേണ്ട എനർജിയാണ് വർക്ക് ഫങ്ഷൻ.
അത്രയും എനർജി മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തു വരാനായിട്ട് അവിടെ യൂസ് ചെയ്യപ്പെടും. ബാക്കി വരുന്ന എനർജി ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ആൻഡ് ഇലക്ട്രോൺ ഈസ് എമിറ്റഡ് വിത്ത് ദാറ്റ് കൈനറ്റിക് എനർജി. ഐൻസ്റ്റീൻ പറയുന്ന ഇതാണ്: ദ എനർജി ഓഫ് ദ ഫോട്ടോൺ ഈസ് യൂസ്ഡ് ഫോർ 2 purposes. അതിലൊരു ഭാഗം എന്തിനാണ് യൂസ് ചെയ്യുക? പാർട്ട് ഓഫ് ദ എനർജി ഈസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ദ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഫങ്ഷൻ ഓഫ് ദ മെറ്റൽ. Rest of the energy is used to give kinetic energy to the electron. So he put it in the form of an equation, and this equation is known as Einstein's photoelectric equation. ഇവിടെ h nu എന്ന് പറയുന്നത് ഫോട്ടോണിൻ്റെ എനർജിയാണ്. ഇപ്പോൾ h nu എനർജിയുള്ള ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി h nu ആയിട്ട് മാറും. ഈ h nu എനർജിയിൽ വർക്ക് ഫങ്ഷന് തുല്യമായ ഒരു എനർജി ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്ന് എജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നു. ബാക്കിയുള്ള എനർജിയാണ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് അപ്പിയർ ചെയ്യുക. സോ ദ ഫോട്ടോൺ എനർജി ഈസ് h nu ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഫങ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. ഈ രീതിയിലാണ് ഐൻസ്റ്റീൻ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇനി നമുക്കറിയാം, ഈ വന്നു വീഴുന്ന റേഡിയേഷൻസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ വർക്ക് ഫങ്ഷന് തുല്യമോ അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രമേ ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. വർക്ക് ഫങ്ഷന് താഴെയാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി എങ്കിൽ ഇലക്ട്രോൺസിന് സർഫസ് വിട്ട് പോരാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വർക്ക് ഫങ്ഷന് തുല്യമായ എനർജി എങ്കിലും വേണം എന്തിന്? ഈ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിന്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വർക്ക് ഫങ്ഷന് കറസ്പോണ്ടിങ് ആയ എനർജി കിട്ടുന്നതിന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോണിന് വേണ്ട ആ ഒരു മിനിമം എനർജിയെ ആണ് നമ്മൾ മിനിമം ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. ഇപ്പോൾ ഒരു മെറ്റൽ സർഫസിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി, അതായത് മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ എമിഷൻ നടക്കാൻ വേണ്ട ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേഡിയേഷന് വേണ്ട മിനിമം ഫ്രീക്വൻസി, ആ ത്രെഷോൾഡ് ഫ്രീക്വൻസി ν0 ആണെങ്കിൽ ആ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് h0 ആണ്. അപ്പോൾ വർക്ക് ഫങ്ഷന് നമുക്ക് ഈ ν0യുടെ ടേംസിൽ h0 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ W പകരം h0 എഴുതുമ്പോൾ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ എങ്ങനെയാകും? h nu = h0 പ്ലസ് കൈനറ്റിക് എനർജി എന്നാകും അല്ലേ. ഇനി കൈനറ്റിക് എനർജിക്ക് പകരം നമ്മൾക്ക് ഇലക്ട്രോണിൻ്റെ മാസ് എമ്മും എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ 12mv² എന്നും എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഐൻസ്റ്റീൻ്റെ ഇക്വേഷനെ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ദിസ് ഈസ് ഓൾസോ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ in terms of threshold frequency and velocity of ejected electron. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെരിമെൻറ്റുകൾ പഠിച്ചപ്പോൾ കണ്ടു, ഒരു മെറ്റൽ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന മോസ്റ്റ് എനർജറ്റിക് ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ആ മെറ്റൽ സർഫസിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ ഈ v0ക്ക് തുല്യമാണ്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി മാക്സിമം എന്നുള്ളതിന് പകരം നമുക്ക് ഈ v0 എന്നും എഴുതാം. v0 ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ ദ ഇക്വേഷൻ ക്യാൻ അഗെയിൻ ബി റിട്ടൺ ആസ് h nu = h0 പ്ലസ് ഈ v0 വേർ v0 ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ 3 ഇക്വേഷൻസും ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുക. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് വാസ് ദ സിമ്പിൾ വേ ഇൻ വിച്ച് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ആൻഡ് ഹി ഓൾസോ എക്സ്പ്ലെയിൻഡ് ഈച്ച് ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ യൂസിങ് ദിസ് സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ആൻഡ് ഐൻസ്റ്റീൻ വാസ് awarded
Nobel Prize for this explanation of photoelectric effect. Now let us see one by one the laws of photoelectric emission and Einstein's explanation for photoelectric emission. ഒന്നാമത്തെ ലോ നമ്മൾ കണ്ടിരുന്നു, photoelectric current is directly proportional to intensity of incident radiation എന്നാണ്. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുമായിട്ടുള്ള വേരിയേഷനെ സംബന്ധിച്ച് ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും അനോഡ് പൊട്ടൻഷ്യലും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്യിച്ച് ഓരോ ഇൻറ്റൻസിറ്റിക്കും കറസ്പോണ്ടിങ് ആയ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്തു. അവരൊരു ഗ്രാഫ് വരച്ചിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫ് ഇതാണ്. അതിൽ നിന്ന് കിട്ടിയ ഒരു കൺക്ലൂഷനായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഈ ഒരു ലോ ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ക്വാണ്ടം തിയറി അനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും എമിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും മെറ്റൽ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫോട്ടോണുകളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്, അതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുന്നു എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡിൽ വരുന്ന ഫോട്ടോണുകളുടെ എണ്ണം കൂടുന്നു എന്നാണ്. ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ അനുസരിച്ച് ഒരു ഫോട്ടോണിൻ്റെ എനർജി ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുന്നു, അത് എമിറ്റ് ചെയ്യപ്പെടുന്നു. അടുത്ത ഫോട്ടോണിൻ്റെ എനർജി അടുത്ത ഇലക്ട്രോൺ സ്വീകരിക്കും, അത് എമിറ്റ് ചെയ്യപ്പെടും. സോ ഈച്ച് ഫോട്ടോൺ ഹാസ് എമിറ്റ് ആൻ ഇലക്ട്രോൺ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ പെർ സെക്കൻഡിൽ എത്ര ഫോട്ടോണുകളാണോ മെറ്റൽ സർഫസിൽ വീഴുന്നത് അത്രയും ഇലക്ട്രോൺസ് പെർ സെക്കൻഡിൽ ആ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. പെർ സെക്കൻഡിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ആ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻക്രീസസ്, നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ് ഓൾസോ ഇൻക്രീസസ് ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ്. Thus, as the intensity of radiation increases, photoelectric current also increases. This is Einstein's explanation for the first law of photoelectric emission. That is, photoelectric current is directly proportional to intensity of incident radiation എന്നുള്ള ലോയ്ക്ക് ഐൻസ്റ്റീൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മുടെ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ഓർക്കുന്നുണ്ട്. ആനോഡ് പൊട്ടൻഷ്യൽ വേരി ചെയ്യിച്ച് ഓരോ പൊട്ടൻഷ്യലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് മെഷർ ചെയ്യുന്നു. നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടിക്കൊടുത്ത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആക്കും. അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇനി ഈ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള റേഡിയേഷൻ ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്തായിരുന്നു? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ മാറുന്നില്ല എന്നാണ്. ഇപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ മാറുന്നില്ല എന്നതിൽ നിന്ന് നമ്മൾ കിട്ടിയ കൺക്ലൂഷൻ എന്തായിരുന്നു? കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡസ് നോട്ട് വേരി വിത്ത് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ ഐൻസ്റ്റീൻ ഇവിടെ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയെന്നോർത്ത്, ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോണുകളുടെ എണ്ണമാണ് കൂടുന്നത്. ഫോട്ടോണുകളുടെ എണ്ണം കൂടിയെന്നോർത്ത് ഓരോ ഫോട്ടോണിൻ്റെയും എനർജിക്ക് വ്യത്യാസം വരുന്നില്ല. എനർജി മാറുന്നത് ഫ്രീക്വൻസി മാറുമ്പോൾ മാത്രമാണ്. ഇൻറ്റൻസിറ്റി മാറുമ്പോൾ ഫോട്ടോണുകളുടെ എനർജിക്ക് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെച്ചത്, ഇൻറ്റൻസിറ്റി മാത്രമേ വേരി ചെയ്യിച്ചുള്ളൂ. അപ്പോൾ ഏത് ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് യൂസ് ചെയ്താലും ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ട് ഫോട്ടോണുകളുടെ എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റാണ്.
അപ്പോൾ ഓരോ ഫോട്ടോണിൽ നിന്നും എനർജി സ്വീകരിച്ച് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുമ്പോൾ അവയുടെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എനർജിയിലും അതുകൊണ്ട് വേരിയേഷനൊന്നും ഉണ്ടാകുന്നില്ല. ഇതാണ് ഐൻസ്റ്റൈൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ. പക്ഷെ നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടു, അടുത്ത എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്തത് ഫ്രീക്വൻസി മാറ്റി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ഓരോ ഫ്രീക്വൻസിക്കും കറസ്പോണ്ടിങ് ആയ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ന്യൂ1 ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V01, ഫ്രീക്വൻസി കൂടിയപ്പോൾ ന്യൂ2 ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V02, അടുത്ത ഹയർ ഫ്രീക്വൻസിക്ക് അത് V03. അങ്ങനെ ഫ്രീക്വൻസി കൂടുന്തോറും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നതായിട്ട് കണ്ടു. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഇൻക്രീസസ് വിത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതെന്തുകൊണ്ട്? അതിന് നമുക്ക് ഐൻസ്റ്റൈൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ കൊടുക്കാം. നമ്മൾ ആ ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എനർജി ഓഫ് ദ ഫോട്ടോൺ h nu ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ ഒന്ന് എഴുതാം. കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു h nu മൈനസ് W, അല്ലേ? ഇതിൽ W എന്ന് പറയുന്ന ഒരു മെറ്റൽ സർഫസിനെ സംബന്ധിച്ചൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ W കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദ കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു nu, that is the frequency of light, since Planck's constant is also a constant. അപ്പോൾ ഈ ഇക്വേഷനകത്ത് W ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ് ഒരു മെറ്റലിന്, H Planck's കോൺസ്റ്റൻ്റ് ആണത് കോൺസ്റ്റൻ്റ് ആണ്. So we can write kinetic energy as proportional to frequency of radiation. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഫ്രീക്വൻസി കൂടുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസും കൂടുന്നു. ഈ രീതിയിലാണ് ഐൻസ്റ്റൈൻ ഫോട്ടോ ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജിയും റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. അത് നമ്മുടെ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സുമായിട്ട് ഒത്തുപോകുന്നു. അപ്പോൾ എക്സ്പെരിമെൻ്റ് റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ ലോയെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു യൂസിങ് ഐൻസ്റ്റൈൻസ് എക്സ്പ്ലനേഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം ഇവിടെ ഒന്നുകൂടി പറയുകയാണ്. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇൻക്രീസ് ചെയ്യുക. ഫോട്ടോണുകളുടെ എണ്ണം കൂടുന്നു, അതുകൊണ്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെയും എണ്ണമാണ് കൂടുക. ദർ ഈസ് നോ ചേഞ്ച് ഇൻ എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺസ്. കാരണം എനർജി എന്ന് പറയുന്നത് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഫോട്ടോണുകളുടെ എണ്ണത്തെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഫോട്ടോണുകളുടെ എണ്ണം കൂടിയാൽ ഇലക്ട്രോണുകളുടെയും എണ്ണം കൂടും. അതുകൊണ്ടാണ് കറണ്ട് കൂടുന്നത്. പക്ഷേ ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജിയിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. ഇതാണ് സെക്കൻഡ് ലോയ്ക്ക് ഐൻസ്റ്റൈൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ. നമുക്ക് ഒരു ലോയും കൂടി അറിയേണ്ടതുണ്ട്. അത് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നുള്ള കൺസെപ്റ്റാണ്. നമ്മൾ കണ്ടു മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുന്നു. നമ്മൾ ഈ ഗ്രാഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരച്ചതാണ്. ഫ്രീക്വൻസി എക്സ് ആക്സിലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വൈ ആക്സിസിലും എടുത്ത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. കാരണം ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നു. എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത, അത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നത് സീറോ ഫ്രീക്വൻസിയിലല്ല, പകരം അതൊരു ന്യൂ-സീറോ ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ ഈ ന്യൂ-സീറോ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ്റെ പ്രത്യേകത എന്താണ്? ന്യൂ-സീറോ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ വീഴുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സീറോ ആകുന്നു. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സീറോ മീൻസ് കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ബിക്കംസ് സീറോ. അപ്പോൾ ന്യൂ-സീറോ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ വീണാൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്താവും? സീറോ ആകും. അങ്ങനെയാണെങ്കിൽ അതിൽ താഴെയുള്ള ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുകയുമില്ല. ഈ മിനിമം ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനെയാണ് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ഐൻസ്റ്റൈൻ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഐൻസ്റ്റൈൻ്റെ എക്സ്പ്ലനേഷൻ അനുസരിച്ച്, ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അനുസരിച്ച്, എനർജി ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ, എനർജി ഓഫ് ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺ h nu is equal to W plus kinetic energy. W is work function, and we have seen that W is equal to h nu 0, where nu 0 is the threshold frequency. So we can write h nu equal to h nu 0 plus kinetic energy.
ഈ ഇക്വേഷനിൽ നിന്ന് we can write kinetic energy equal to h nu minus h nu 0. That is h into nu minus nu 0. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് h into nu minus nu 0ക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇതിനകത്ത് ന്യൂ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്. ഈ ന്യൂവിൻ്റെ വാല്യൂ nu 0യിൽ താഴെയായാൽ nu minus nu 0 നെഗറ്റീവ് ആവും. So h into nu minus nu 0 becomes negative. That means kinetic energy of the electron becomes negative. Kinetic energy of emitted electron negative ആകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം electron is not emitted എന്നാണ്. Electron cannot be emitted with negative kinetic energy. That means electron is not emitted. So we can conclude that if the incident frequency is less than the threshold frequency, photoelectric emission is not possible. അപ്പോൾ ഇങ്ങനെ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ലോസ് എല്ലാം വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിസൾട്ടാണ്. നാലാമതൊരു ലോയും കൂടിയുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ് എന്ന്. ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ അനുസരിച്ച് നമുക്ക് കാണാം, ഓരോ ഫോട്ടോണും മെറ്റൽ സർഫസിൽ വന്ന് ഇലക്ട്രോണുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതിനോട് ടൈം ലാഗിൻ്റെ ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് ലോ, ദാറ്റ് ഈസ് ഓൾസോ എക്സ്പ്ലെയിൻഡ് ലൈക്ക് ദിസ്. ഇനി നമ്മൾ ഈ ഗ്രാഫ്, അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ വരച്ച ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് എന്ന് നമ്മൾ കണ്ടു. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൽ നിന്ന് നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്നുകൂടി നോക്കാം. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ അനുസരിച്ച് h nu, ദാറ്റ് ഈസ് എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ, ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി എന്നാണ്. ഇതിൽ നിന്ന് വി ക്യാൻ റൈറ്റ് ഡബ്ല്യുവിന് പകരം, അതായത് വർക്ക് ഫംഗ്ഷന് പകരം ന്യൂ സീറോയുടെ ടേംസിൽ h nu 0 എന്നും കൈനറ്റിക് എനർജിക്ക് പകരം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ ഈ v0 എന്നും കൊടുത്താൽ ദ ഇക്വേഷൻ ബിക്കംസ് h nu ഈക്വൽ ടു h nu 0 പ്ലസ് ഈ v0. ഇതിൽ നിന്ന് നമുക്ക് ഈ v0 ഈക്വൽ ടു h nu മൈനസ് h nu 0 എന്നെഴുതാം. അതിൽ v0 മാത്രം കിട്ടണമെങ്കിൽ h nu മൈനസ് h nu 0നെ സ്മോൾ e കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് രണ്ട് ടേമിനെയും ചെയ്യുക. ദെൻ വിൽ ഗെറ്റ് h ബൈ ഇ ഇൻറ്റു ന്യൂ മൈനസ് h nu 0 ബൈ ഇ. ഇതിൽ h കോൺസ്റ്റൻ്റ് ആണ്, ന്യൂ 0 ഒരു മെറ്റൽ സർഫസിന് കോൺസ്റ്റൻ്റ് ആണ്, ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് അതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ h nu 0 ബൈ ഇ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് c എന്ന് കൊടുക്കാം. അതുപോലെ h ഇവിടെ വീണ്ടും ഇയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ h ബൈ ഇ ഈസ് അനദർ കോൺസ്റ്റൻ്റ് that can be denoted as m. ഇനി നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ കണ്ടു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ v0 y ആക്സിസിലാണ് എടുത്ത്, അതുപോലെ ന്യൂ x ആക്സിസിലും എടുത്ത്. ഇപ്പം ന്യൂവിന് പകരം x എന്നും v0യ്ക്ക് പകരം y എന്നും കൂടി കൊടുത്താൽ ദിസ് ഇക്വേഷൻ is similar to the equation y equal to mx plus c. And that is the equation for a straight line. ആ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്കിവിടെ എക്സ്പെരിമെൻ്റലായിട്ട് വരയ്ക്കുമ്പോഴും കിട്ടുന്നത്. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് കൂടി കമ്പയർ ചെയ്താൽ ഇവിടെ എമ്മിന് പകരം നമുക്ക് ഇവിടെ വരുന്നത് h ബൈ ഇ എന്നുള്ള വാല്യൂ ആണ്. സോ ദ സ്ലോപ്പ്, ഇവിടെ എം സ്ട്രെയിറ്റ് ലൈൻ്റെ എം എന്ന് പറയുന്നത് സ്ലോപ്പിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഗീവ്സ് h ബൈ ഇ. ഇപ്പോൾ എക്സ്പെരിമെൻ്റലായിട്ട് നമ്മളിങ്ങനെ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് h ബൈ ഇക്ക് തുല്യമാണ്. അതിൽ നിന്ന് നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്ലോപ്പിനെ ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വിൽ ഗെറ്റ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് ഇൻറ്റു ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. ഇങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ള എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഗ്രാഫിൻ്റെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്.
ഈ പോയിന്റിലെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എടുത്താൽ അത് h0/Eക്ക് തുല്യമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. h0 എന്ന് പറയുന്ന വർക്ക് ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് വർക്ക് ഫംഗ്ഷൻ Eക്ക് തുല്യമാണ്. അപ്പോൾ ഈ y ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ എടുത്തുകൊണ്ട് അതിനെ നമുക്ക് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? W/Eയോട് ഇക്വേറ്റ് ചെയ്താൽ അതിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ടു y ഇൻ്റർസെപ്റ്റ് ഓഫ് ദ ഗ്രാഫ് ഇൻറ്റു ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ എന്നെഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് തന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ രീതിയിൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവും അതുപോലെ നമ്മൾ യൂസ് ചെയ്ത മെറ്റൽ സർഫസിൻ്റെ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള 1-2 പ്രോബ്ലംസ് കൂടി നോക്കാം. ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസിയാണിത്. കാൽക്കുലേറ്റ് ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ in electron volt given that the photoelectric threshold wavelength is 6800 angstrom. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ സാധിക്കും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷനാണ്. തന്നിരിക്കുന്നത് അതിൻ്റെ ത്രെഷോൾഡ് വേവ് ലെങ്താണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ലെങ്താണ്. ഇപ്പോൾ വേവ് ലെങ്തും ഫ്രീക്വൻസിയും വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ വേവ് ലെങ്ത്തിൽ നിന്ന് നമുക്ക് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉപയോഗിച്ച് h0 എന്നുള്ള ഇക്വേഷനെ നമുക്ക് λ0യുടെ ടേംസിൽ എഴുതാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് ആദ്യം എഴുതാം. എന്തൊക്കെ തന്നിരിക്കുന്ന ത്രെഷോൾഡ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 6800 ആങ്സ്ട്രം. ദാറ്റ് ഈസ് 6800 ഇൻറ്റു 10⁻⁻10 മീറ്റർ. നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് W is equal to h0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഇവിടെ 𝜇0 ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസിയെ നമുക്ക് c/λ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റിൻ്റെയൊക്കെ വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള c = 𝜇 λ അല്ലെങ്കിൽ v = 𝜇 λ എന്ന് പഠിച്ചിട്ടില്ലേ? അതിൽ നിന്ന് 𝜇 = v/λ അല്ലെങ്കിൽ c/λ എന്നൊക്കെ എഴുതാം. ഇവിടെ c എന്ന് പറയുന്ന ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് and its value is 3 × 10⁻⁸ m/s. λ0 നമുക്ക് തന്നിട്ടുണ്ട്. h പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് വാല്യൂ കാണാതെ പഠിക്കുക. 6.6 × 10⁻34 ജൂൾ സെക്കൻഡ്. അതുപോലെ ലൈറ്റിൻ്റെ വെലോസിറ്റി c = 3 × 10⁸. ഈ വാല്യൂസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we'll get the equation for work function hc/λ0. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ചിൻ്റെ വാല്യൂ, സിയുടെ വാല്യൂ λ0യുടെ വാല്യൂ. ഇവിടെ ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റ് കൊടുക്കണം. അതുപോലെ കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോഴും ഈ ബ്രാക്കറ്റ് കൊടുത്ത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. നിങ്ങളിത് ചെയ്ത് നോക്കണം. അതുപോലെ ടെക്സ്റ്റിലേക്ക് ഈ പ്രോബ്ലം വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ബുക്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാൽക്കുലേഷൻസ് അപ്പോൾ ചെയ്ത് നോക്കണം ആൻസർ കറക്റ്റാണോ എന്ന്. ഈ ഒരു പ്രോബ്ലം മനസ്സിലായെന്ന് തോന്നുന്നു. വർക്ക് ഫംഗ്ഷൻ കാണാനുള്ള ഇക്വേഷൻ h0 ആണ്. 𝜇0യ്ക്ക് പകരം വേവ് ലെങ്ത് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് c/λ0 എന്ന് എഴുതണം. ഇവിടെ ജൂളിലാണ് നമുക്ക് വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടിയത്. ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ദ വർക്ക് ഫംഗ്ഷൻ ഇൻ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ സാധാരണ ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ലെറ്റ് us കാൽക്കുലേറ്റ് ദിസ് വർക്ക് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ വോൾട്ട്. ജൂളിൽ തന്ന എനർജിയെ
അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷനെ നമ്മളെങ്ങനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എനർജിയുടെ ഒരു യൂണിറ്റ് ആണ്. ആൻഡ് 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ. ഇപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് മാറ്റാൻ 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. ജൂളിലുള്ള വാല്യൂവിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം. സോ വി ഹാവ് ടു ഡിവൈഡ് ദിസ് വാല്യൂ by 1.6 into 10⁻⁻19. Then we will get the value as 1.8 electron volt. അതുപോലെ ഒരു പ്രോബ്ലമോടെ നോക്കാം. The photoelectric work function of a metal is 2.06 electron volt. Calculate the threshold frequency and wavelength. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ വർക്ക് ഫംഗ്ഷനാണ്, അത് തന്നിട്ടുണ്ട്. W = 2.06 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ട് SI യൂണിറ്റ് അല്ല. അപ്പോൾ ഈ വർക്ക് ഫംഗ്ഷന് വാല്യൂ ഇലക്ട്രോൺ വോൾട്ടിൽ തന്നിരിക്കുന്നതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ജൂളിൽ എഴുതുക. ഇത് മസ്റ്റായിട്ട് ചെയ്യണം. കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ എപ്പോഴും SI യൂണിറ്റിലേ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രോൺ വോൾട്ടിൽ എപ്പോൾ എനർജി തന്നാലും പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. വർക്ക് ഫംഗ്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഫംഗ്ഷന് ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ ടേംസിലുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. W = h⁻0. അപ്പോൾ ഇതിൽ നിന്ന് ν0 കാണാൻ എന്ത് ചെയ്യണം? ν0 = W/h, where W is work function and h is Planck's constant. ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ എപ്പോഴും കാണാതെ പഠിക്കുക. ദാറ്റ് ഈസ് 6.6 ഇൻറ്റു 10⁻34. അപ്പോൾ നമുക്ക് വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ജൂളിലുള്ളത് എടുത്തെഴുതുക. ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണം എന്ന് ഓർക്കണം. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. then we'll get the frequency of radiation, threshold frequency of radiation. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയ വേവ് ലെങ്ത് ആണ് ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്ന് നമുക്കറിയാം. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ യൂസ് ചെയ്യാം. പഠിച്ച C = ν λ എന്നാണ്. അതിൽ ലാംഡ കാണണമെങ്കിൽ ലാംഡ = C/ν. സോ ദ ത്രെഷോൾഡ് വേവ് ലെങ്ത് λ0 is equal to C/ν0. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്, ദാറ്റ് ഈസ് 3 × 10⁻8 m/s ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി 5 × 10⁻4. ദ ആൻസർ ഈസ് 6 × 10⁻7 മീറ്റർ. വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ നമുക്ക് മീറ്ററിൽ കിട്ടി. പക്ഷെ വേവ് ലെങ്ത് ഒക്കെ നമ്മൾ സാധാരണ എപ്പോഴും നാനോമീറ്ററിലോ അല്ലെങ്കിൽ ആങ്സ്ട്രം യൂണിറ്റിലൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആങ്സ്ട്രം യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പവർ 10⁻10 എന്നാകണം. ഇപ്പോൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6നെ 10⁻+3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ബിക്കം 6000 × 10⁻10 മീറ്റർ ഓർ 6000 ആങ്സ്ട്രം. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യാൻ വരും. പ്രോബ്ലം ഈ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 പ്രോബ്ലം നമ്മൾ ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ ചെയ്യാം. അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ ആപ്ലിക്കേഷനായിട്ടുള്ള ഫോട്ടോ എമിസീവ് സെൽസും അവയുടെ ആപ്ലിക്കേഷൻസും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അത് ചെയ്യാം. അപ്പോൾ ഇന്നുള്ള ഇത്രയും കാര്യങ്ങൾ, ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ, ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതുപയോഗിച്ചുള്ള ലോസിൻ്റെ എക്സ്പ്ലനേഷൻ, ഇങ്ങനെയുള്ള ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സാണ്. ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കാം. താങ്ക് യു.